പല രീതിയിലുള്ള സ്റ്റെൻസിലുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ് പല രീതിയിലുള്ള സ്റ്റെൻസിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. എല്ലാവർക്കും കിട്ടുന്ന സംഭവമല്ല മദർ ഓഫ് പേൾ എന്ന് പറയുന്ന സംഭവം, അതും നമ്മളൊന്ന് കയ്യിലാക്കിയിട്ടുണ്ട്. അപ്പം തന്നെ അതിൻ്റെ ഭംഗി നോക്കി എന്തൊക്കെ കളറിലാണ്. ഒരു കളറ്, 2 കളറ്, 3, 4, 5, 6. ഇതാണ് മദർ ഓഫ് പേളിൻ്റെ ഇത്. നമ്മുടെ പേൾ എടുക്കുന്നതിൻ്റെ ആ പുറത്തെ ഷെല്ലാണ്. ഈ ആർട്ട് വർക്ക് ഉണ്ടോ? ഈ ആർട്ട് വർക്ക് മൊത്തം മാർബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ആൻഡ് മക്രാനയിൽ വന്നിട്ട് ഈ മാർബിൾ ആർട്ട് എങ്ങനെ ചെയ്യാന്നുള്ള ഫുൾ വീഡിയോ ആണിത്. എന്തായാലും മിസ് ചെയ്യരുത്, മുഴുവൻ ഇരുന്ന് കാണണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാർബിൾ അവിടെ നിന്ന് കട്ട് ചെയ്യുന്ന കാണിച്ചു തന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നല്ല ഡിസൈനുകൾ ചെയ്യുന്നത്, ഇവർ നല്ല നല്ല ഡിസൈനുകൾ ചെയ്യുന്നുണ്ട്. ഇത് ഡിസൈൻ ചെയ്യുന്നത് ഒരു സ്റ്റോറാണ്. ആ സ്റ്റോറിലത്തെ ചേട്ടൻ നമ്മളെ പരിചയപ്പെട്ടിട്ട് ആൾ വീഡിയോ എടുത്താലുള്ള പെർമിഷൻ തന്നു. ആൻഡ് അതാണ് ഈ വീഡിയോ. നമുക്കത് ഈ ചേട്ടൻ ഇവിടുത്തെ വീഡിയോ എടുത്തതിന് ശേഷം കാർവിങ് കാണാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നതാണ്. അതായത് ഒരു 1.5 ഇഞ്ചിൻ്റെ മുകളിലൊക്കെ കാർവിങ് എങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ ഡിസൈൻസ് എങ്ങനെ ചെയ്യുന്നു കാണിക്കാനാണ്. കാണാം. നമ്മളതിന് ഈ ചേട്ടൻ കൊണ്ടുവന്ന് ഇവരുടെ ഫസ്റ്റ് ഗോഡൗണിലേക്കാണ്. ഈ ഗോഡൗണിൽ ഇരിക്കുന്ന മാർബിളുകളുണ്ട്, ഫുള്ള് വൈറ്റ് ബ്ലോക്കുകളാണ്. ഈ ബ്ലോക്കാണ് ഇവർ പല രീതിയിലുള്ള കാർവിങ്ങിന് യൂസ് ചെയ്യുന്നത്. കണ്ടോ, 1, 2 അല്ല, ഒരുപാട് ബ്ലോക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫുള്ള് ബ്ലോക്കുകളാണ്. ഇതിൽ വേറെ കളറൊന്നുമില്ല, മൊത്തം വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ. എത്ര വലിയ ബ്ലോക്കാണ് നോക്കിയേ. ഇത്ര വലിയ ബ്ലോക്കിനാണ് ഇവർ പല രീതിയിലുള്ള കാർവിങ്സ് യൂസ് ചെയ്യുക. ആൻഡ് നമ്മൾ ഈ പോകുന്ന വഴിയിൽ മൊത്തം തൊട്ട് മാർബിളിൻ്റെ ഷോപ്പുകളാണ്. എവിടെ നോക്കിയാലും മാർബിളിൻ്റെ ഷോപ്പുകളാണ്. 1, 2, 3 കണ്ടോ മൊത്തത്തിൽ. കാർവിങ്ങിന് മുന്നേ നമുക്ക് പല രീതിയിലുള്ള കളറുകളുള്ള സ്റ്റോണുകൾ വേണം. വെള്ളം മാത്രമല്ല, പല കളർ പൂക്കൾ ഉണ്ടാക്കാനും അങ്ങനെ പല രീതിക്കുള്ള സ്റ്റോണുകൾ വേണം. സോ അതിനുള്ളൊരു ഗോഡൗൺ അവർ MX Stone X എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗോഡൗൺ ആണ്. പല രീതിയിലുള്ള സ്റ്റോണുകൾ ആദ്യം എത്തുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഈ ഒരു കല്ല് കണ്ടു, നമ്മുടെ മോതിരമൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കളറാണ്. ഇതിനുള്ള കല്ലുകൾ ഇതാ ബ്ലോക്കായിട്ട് എത്തിച്ചത്. പിന്നെ ബ്രൗൺ ഉണ്ട്, പിന്നെ അതാ റെഡ്, ചുമപ്പ് കളറ് കേട്ടോ, ചുമപ്പ് കളറ്, പച്ച കളറ്. ഒറിജിനൽ കല്ലാണ് കണ്ടോ. ഇങ്ങനത്തെ പല കളറ്. അവിടെ ബ്ലൂ കിടക്കുന്നുണ്ട്, ചുവപ്പ് കളർ കണ്ടോ. ഇതൊക്കെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന കല്ലുകളാണ്. ഇവിടേക്ക് ഇതെല്ലാം ഇങ്ങനെ കല്ലുകളായിട്ട് വരാം. ഈ കല്ലുകളാണ് കൊത്തിയിട്ട് ഇങ്ങനത്തെ ചെറിയ പോളിഷ് ചെയ്തിട്ടുള്ള പീസുകളാക്കാം. ആൻഡ് ഇതിന് യൂസ് ചെയ്യുന്നത് ഇവർ ഗ്രൈൻഡിങ് കട്ടേഴ്സാണ്. ഇതാ ഒരാൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇതാ പച്ച കളറ് കല്ലുണ്ട്. ഇത് ഹാൻഡ് കൊണ്ടാണ് കട്ട് ചെയ്യേ, കൈ കൊണ്ടാണ് കട്ട് ചെയ്യുക. എത്ര റിസ്ക് ആണെന്ന് അറിയില്ല, പക്ഷെ അവർക്ക് അതിൻ്റെ സ്കില്ലുണ്ട്. ഇതാണ് മദർ ഓഫ് പേളിൻ്റെ ഇത്. നമ്മുടെ പേൾ എടുക്കുന്നതിൻ്റെ ആ പുറത്തെ ഷെല്ലാണ്. നമ്മുടെ പേൾ എടുക്കുന്ന ഈ ഷെല്ല് നമ്മൾ യൂസ് അല്ല എന്ന് വിചാരിച്ച് വിട്ടിട്ടുള്ള സാധനമാണ്. പക്ഷെ ഈ സാധനം വെച്ചിട്ട് ഇവർ ആർട്ട് വർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കണ്ടോ. ഇതിൽ പല രീതിയിലുള്ള കളേഴ്സ് ആഡ് ചെയ്തിട്ട് മദർ ഓഫ് ഷെല്ലിൻ്റെ പീസുകൾ കൊടുക്കുന്നുണ്ട് ഈ ടീം. ഇതിൻ്റെ ഒരു ലെവൽ നിങ്ങൾ ചിന്തിക്കണം, ഈ സാധനം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. കണ്ടോ, ഞാൻ കാണിച്ച മദർ ഓഫ് പേളിൻ്റെ ചെറിയ പീസ് കട്ട് ചെയ്ത സാധനങ്ങൾ ജോയിൻ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു പീസാവുന്നത്. എന്ത് ഭംഗിയുള്ളതാന്ന് നോക്കിയാൽ. 2 കളറ്. ഇതതിൻ്റെ സിൽവർ ടച്ച് വരുന്നതും ഇതതിൻ്റെ യെല്ലോ ടച്ച് വരുന്നതും. ബാക്കിൽ ഇങ്ങനത്തെ പശ വെച്ച് ഒട്ടിച്ചിട്ടാണ് അത് ഒട്ടിപ്പിക്കുന്നത്. എല്ലാം ചെറിയ പീസ്. അപ്പോൾ ഈ ഫാക്ടറിയിൽ നമ്മൾ കല്ലുകൾ, പല കളറുള്ള കല്ലുകൾ കണ്ടു. ആ ഫാക്ടറിയിൽ നമ്മൾ വൈറ്റ് മാർബിൾ കണ്ടു. ഇനി ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ച് പല ഡിസൈനുകളുള്ള സാധനങ്ങൾ ഉണ്ടാക്കും, ആർട്ട് വർക്ക് സാധനങ്ങൾ ഉണ്ടാക്കും ഇവർ. അത് കാണിച്ചു തരാനാണ് അടുത്ത് പോകുന്നത്. ഇപ്പം ഇതുവരെയുള്ള പ്രോസസ്സ് കറക്റ്റ് അല്ലേ? നമ്മൾ ഈ ചേട്ടൻ പറഞ്ഞ ഇത്രയും കളർ ഓഫ് സ്റ്റോണുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു പേളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പുതിയ വീട്ടിൽ ഓർമ്മയ്ക്ക് വെക്കാനായിട്ട് ഒരു ഈ പേള് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പാടാം. അങ്ങനെ ചില്ലറ എല്ലാവർക്കും കിട്ടുന്ന സംഭവമല്ല മദർ ഓഫ് പേൾ എന്ന് പറയുന്ന സംഭവം. അതും നമ്മളൊന്ന് കയ്യിലാക്കിയിട്ടുണ്ട്. 42 inch and 32 inch. അതിലാണ് പൂക്കൾ ചെയ്ത് വെച്ചിട്ടിരിക്കുന്നത്. ആൻഡ് ഈ ചേട്ടനാണ് നമുക്ക് ഇതിനുള്ള ഫുൾ പെർമിഷൻ തന്നിട്ട്. ബൈ ആപ്ക നാം? മുഹമ്മദ് ആസിഫ്. ആൻഡ് ദ നെയിം ഓഫ് ദ ഷോപ്പ്? മക്രാന നാഷണൽ മാർബിൾ. അത് മക്രാന ഉള്ളിലുള്ളത് തന്നെയാണ്. ഹൗ മെനി ഇയേഴ്സ് യു ഹാവ് സ്റ്റാർട്ടഡ് ദിസ് വർക്ക്?
मेरे को ये स्टार्ट करने में कम से कम 20 साल हो गए। ഓക്കെ हमारे बाप दादा जो भी है, हाँ। जो हमारे चलते आया है, Okay. वो आज तक यही चलता है। अपने मकराना मार्बल में तो लेवर का, कार्विंग का सब काम चलता है। ഓക്കെ जी കണ്ടോ, ഇതാണ് 20 വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള ഷോപ്പാണ്. ആൻഡ് ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്യുന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് കാണിച്ചു തരാം. മക്രാനയിൽ തന്നെ ഇവരുടെ വൈറ്റ് ബ്ലോക്കിൻ്റെ ഗോൾഡൻ കാണിച്ചു, അത് കഴിഞ്ഞിട്ട് സ്റ്റോണുകൾ കട്ട് ചെയ്തത് വരെ കാണിച്ചു. ഇനി കട്ട് ചെയ്ത സ്റ്റോണുകൾ ഒരുമിച്ചാക്കണം. ഇത് ഗ്ലൂ ചെയ്താലാണ് ഈ ഒരു ആർട്ടിലേക്ക് എത്തുള്ളൂ. ഇങ്ങനത്തെ ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് ആദ്യം ഇത് 15 mm ഓരോ ബ്ലോക്കായിട്ട് കട്ട് ചെയ്യും. കണ്ടോ, മൊത്തം പ്യുവർ വൈറ്റ് കളറാണ്. ആ സൂര്യൻ്റെ ഇത് തിളങ്ങുന്നത് കണ്ടോ. ആൻഡ് ഇത് മൊത്തം കണ്ടു 15 mm ബ്ലോക്കുകളാണ്. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് പ്രോസസ് വരെ. വൈറ്റ് മാർബിളിൽ കാർവിങ് വെച്ചാക്കാണ്. ചെറിയ 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 രീതിയിൽ അവർ കാർവ് ചെയ്തെടുത്ത് കണ്ടു, എന്ത് രസത്തിൽ അത് കാർവ് ചെയ്ത് എടുക്കും. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. ആൻഡ് അവിടെ കാർവിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഡിസൈൻ ഇവിടെ തയ്യാറാണമേ. ഇതൊരു പച്ച കളറാണ്. ഇത് പോളിഷ് ചെയ്യുന്നതിന് മുന്നേ ആയ കാരണമാണ്. ഇത് കളർ തേച്ച് കഴിഞ്ഞാൽ പച്ച കളർ വരും. അതിലുണ്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് ഇവർ വെച്ചിട്ട് അതാണ് കട്ട് ചെയ്തെടുക്കുക. ഈ പുള്ളി ചെയ്യുന്നതാണ് കാർവിങ്. ഇതിന് ഇവരൊരു സ്റ്റെൻസിൽ യൂസ് ചെയ്യും. കണ്ടോ, അതാണ് സ്റ്റെൻസിൽ. പല രീതിയിലുള്ള സ്റ്റെൻസിലുകളുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ് പല രീതിയിലുള്ള സ്റ്റെൻസിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. ആൻഡ് ഡിസൈൻ കഴിഞ്ഞിട്ടുള്ളൊരു പീസാണിത്. ഇതൊരു മഞ്ഞ പീസാണ്. ആൻഡ് കട്ട് ചെയ്യുന്നതിന് ശേഷം കണ്ടു ഇങ്ങനത്തെ ഓരോ ലീഫിൻ്റെ പെല്ലറ്റ്സ് ആയിട്ടും പൂക്കളായിട്ടും നമുക്ക് കിട്ടും. ആൻഡ് ഇത് വേണം അതിലേക്ക് ഒട്ടിക്കാനായിട്ട്. വൈറ്റ് മാർബിൾ ബ്ലോക്കുകളാക്കിയതിന് ശേഷം കണ്ടു വൈറ്റ് മാർബിളിൻ്റെ മുകളിൽ ഡ്രോയിങ് ഇടാം. എൻ്റെ അമ്മേ നല്ല വെയിറ്റ് കേട്ടോ. ഇതാണ് വൈറ്റ് മാർബിളിൻ്റെ മുകളിൽ ഇവർ ഡിസൈൻ ചെയ്യുന്നത്. ഇതേ സാധനം നമ്മുടെ കളറുകളിൽ ഇട്ടിട്ട് ആണ് ഇത് കട്ട് ചെയ്യുക. ഇനി കണ്ടോ, ഇത് പീസുകൾ ഇങ്ങനെ വേണ്ട രീതിയിൽ ഒട്ടിച്ചുകൊണ്ടിരിക്കും. ഓ ഇതാണ് ഫൈനൽ വര എന്ന് മുൻകൂട്ടി നമ്മളത് ഡിസൈൻ വെച്ച് നോക്കും. കണ്ടോ, പെല്ലറ്റ് പച്ച കളറ്, ഇത് നീല, വൈറ്റ്, അതിൻ്റെ ഉള്ളിൽ ബ്ലൂ, ഇങ്ങനെ പല രീതിയിലുള്ള കളേഴ്സ് ഇതാ. ഇനി ഇതാണെങ്കിൽ കണ്ടോ റെഡ് കളറ്, റെഡ്, അതിൻ്റെ ഉള്ളിൽ വൈറ്റ്, അതിൻ്റെ ഉള്ളിൽ ബ്ലൂ. ഇതും നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാവുന്നേ ഉള്ളൂ. പല രീതിയിലുള്ള കളേഴ്സ് കണ്ടോ, ബ്ലൂവും വൈറ്റും എല്ലാം ചെയ്തത്. ഫിനിഷ്, സെമി ഫിനിഷ്, ഇത് ഓരോ സ്റ്റെപ്പായിട്ട് ആദ്യം ഈ ബ്ലൂവിൽ വൈറ്റ് ഒട്ടിക്കണം. ആ വൈറ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ വൈറ്റ് നമ്മൾ മെയിൻ വൈറ്റ് മാർബിൾ നമ്മൾ വെക്കാം. എന്ത് രസാലേ. അടുത്ത സ്റ്റെപ്പിലുണ്ടോ കാർവ് ചെയ്ത പീസ് ഒട്ടിച്ചതിന് ശേഷമുള്ള പശയാണിത്. കണ്ടോ പശ കാണുന്നത്, ഇതാണ് ഒട്ടിച്ചതിന് ശേഷം. ഇനി ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പോഴാണ് മറ്റേ ഭംഗിയുള്ളൊരു ഫിനിഷ് കിട്ടുക. കണ്ടോ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചേക്കാം. ഫസ്റ്റ് നോക്കി എന്തോരം ഭംഗിയുള്ള ഡിസൈൻ ഇവർ ചെയ്തിട്ടുള്ള. എന്തെല്ലാം ഇവർക്ക് എക്സ്പോർട്ട് വർക്കുകൾ കിട്ടിയിട്ടുള്ളതാണേ. ഇന്ത്യയിലും കുറേ കൊടുക്കുന്നുണ്ട് എക്സ്പോർട്ട് വർക്ക് കിട്ടിയിട്ടുള്ള ഈ സാധനങ്ങൾ. ഇതിന് ഇനിയും ഫിനിഷ് വരാനുണ്ട്. പക്ഷെ ഇപ്പം തന്നെ അതിൻ്റെ ഭംഗി നോക്കി എന്തൊക്കെ കളറിലാണ്. 1 കളറ്, 2 കളറ്, 3, 4, 5, 6 പല രീതിക്കുള്ള ടൈലുകളാണ്. ഇതിൻ്റെ എല്ലാം റോ മെറ്റീരിയൽ. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. എന്ത് രസമാണ് കാണാൻ. ഇതിൻ്റെ എല്ലാം ചെറിയ ചെറിയ പീസുകളെല്ലാം പക്ക കല്ലാണ്, അല്ലാതെ ഒരു പെയിൻറ്റിങ്ങും ഇല്ല. പക്ക കല്ലിൻ്റെ മുകളിൽ ഇറക്കുന്നത്. ഇത് ലാസ്റ്റ് പോളിഷ് ചെയ്ത് കഴിഞ്ഞുള്ള ഭംഗി അടിപൊളി കേട്ടോ. ഒറിജിനൽ കല്ലെല്ലാം വരുന്നത് കണ്ടോ. ഇത് അടുത്ത ഡിസൈൻ. ഇതും അവർക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വർക്കാണ്. ഇതും ഓൾമോസ്റ്റ് തീരാറായി. ഈ സാധനം നിങ്ങൾക്ക് നോക്കിയേ, ഇതിന് കണ്ണെടുക്കാൻ തോന്നില്ല. ഈ കല്ല് കണ്ടോ, പ്യുവർ കല്ലുകൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ ഉള്ളിലത്തെ ഡെക്കറേഷൻ ചെയ്യുന്ന സാധനങ്ങളോ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഇത് ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ടോ, ഓരോ കല്ലും പ്ലെയിൻ കളറല്ല, പല രീതിയിലുള്ള ഡിസൈൻസ് കാർവ് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചിട്ടുള്ളതാണ്. കണ്ടോ പലതും ഭംഗിയുള്ള. ഇതെല്ലാം കണ്ടോ എന്ത് രസമുള്ളതാണ്. ഈ നീല കളറ് ആൻഡ് പച്ച, ഇതെല്ലാത്തിനും പല പേരുകളുണ്ടേ. ഇതൊക്കെയാണ് ഈ രീതിയിലുള്ള പേൾ കളർ വൈറ്റിലുള്ള ഡിസൈൻസ്. ഇനി ഇതല്ലാതെ പല രീതിയിലുള്ള കാർവിങ്ങുകളുണ്ട്. അതായത് നമ്മുടെ ദൈവത്തിൻ്റെ ചിത്രങ്ങളോ, അല്ലെങ്കിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇത് കണ്ടു. നമ്മുടെ തുളസിച്ചെടി വെക്കുന്ന പോലത്തെ സാധനം. തുളസിച്ചെടി വെക്കാനായിട്ട് വൈറ്റ് മാർബിൾ. ഇത് കൂടുതൽ നമ്മൾ അമ്പലങ്ങളെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അമ്പലത്തിലല്ല, നമുക്ക് വീടുകളിൽ ഈ സാധനം വെക്കാം. ഒരു പൊടിക്ക് എക്സ്പെൻസീവ് ആണെന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഭംഗി അല്ലെങ്കിൽ ലക്ഷറി എവിടെയും മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സാധനം കണ്ട് നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിക്കോ. ഒരു ആളുടെ ഹൈറ്റുള്ള 5 to 6 അടി ഹൈറ്റുള്ള വലിയൊരു ദൈവത്തിൻ്റെ കൂടാണിത്.
നമ്മുടെ രാം മന്ദിറിലൊക്കെ കാണുന്ന പോലത്തെ വലിയ ഗുമ്മട്ടുകളും സ്റ്റിക്കറുകളും അതേ രീതിക്ക് ഇൻസ്പയർ ആയിട്ട് അവർ ചെയ്ത് വെച്ചത്. ഇത് ഡീറ്റെയിലിങ് നിങ്ങൾ കാണുക തന്നെ വേണം. എന്ത് രസത്തിലുള്ള ഡീറ്റെയിൽ ചെയ്ത് വെച്ചതെന്നറിയോ? ഇത് മൊത്തം ഓരോ ചെറിയ ചെറിയ ബ്ലോക്കുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഇത്രയും വലിയ ഒരു പാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊന്നും ഇത്ര വലിയ അമ്പലങ്ങൾ പോലത്തെ സാധനം കണ്ടില്ല. ആൻഡ് ഇത് ആരൊക്കെയെങ്കിലും വേണമെങ്കിൽ എന്തായാലും ഞാൻ നമ്പർ കൊടുക്കാം, കോൺടാക്ട് ചെയ്തോ. അട്ടിപ്പൊളി സാധനമാണ്. ലക്ഷറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷറിക്ക് വേറൊരു പേര് തന്നെയാണ് ഇത്. നമ്മുടെ നാട്ടിൽ അധികം കണ്ട് ശീലമില്ലാത്ത മാർബിളിൻ്റെ ജാലികൾ, അതായത് ജനലുകളോ അല്ലെങ്കിൽ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ വയ്ക്കുന്ന ജാലികളാണിത്. ഇത് ഭയങ്കര ഫുൾ ഒരു ബ്ലോക്കാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ആൻഡ് അത് കട്ട് ചെയ്യുന്ന ബ്ലോക്കുകളാണിത്. ഇതിലാണ് അത് കട്ട് ചെയ്യുക, ഈ മെഷീനിലാണ് അത് കട്ട് ചെയ്യുക. ഈ സാധനം കണ്ടു, ചെറിയൊരു ട്രാൻസ്പെറൻസി. ഇത് നാച്ചുറൽ സ്റ്റോൺ അല്ല, ഹാൻഡ് മെയ്ഡ് ആണ്. ആൻഡ് ഫ്രം ചൈനയിൽ അത് വരുന്നത്. ഇതും വേറെ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു തരം സ്റ്റോണാണ്. ആൻഡ് ആ സ്റ്റോൺ വെച്ച് ഉണ്ടാക്കുന്ന ഡിസൈനുകളാണ്. ഇതിന് ചെറിയൊരു പോളിഷിങ് കൂടും ചെയ്യും, ചെറിയൊരു ട്രാൻസ്പെറൻസി ഫീൽ ചെയ്യുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ ലാസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ കളർ ഉണ്ടോ, നേരത്തെ നമ്മൾ മറ്റേതിൽ കണ്ടിട്ടുള്ള ചെറിയൊരു ഡോട്ടുള്ള ഗ്രീന്, പിന്നെ ഡോട്ടുള്ള മറ്റൊരു ഗ്രീന്, ആൻഡ് അങ്ങനെ പല രീതിയിലുള്ള കളേഴ്സും ഉണ്ട്. യെല്ലോ, റെഡ്, പല പല കളേഴ്സും വേണമെങ്കിൽ ചൈനയിൽ നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഇത് അതിൻ്റെ കുറച്ച് ഫൈനൽ പ്രൊഡക്റ്റുകൾ. ചൈനയിൽ നിന്ന് വന്ന ആ മാർബിൾ വെച്ചിട്ടുള്ള ഫൈനൽ പ്രൊഡക്റ്റ് അത്. ഇത് നമ്മുടെ റിയൽ സ്റ്റോണിനേക്കാൾ വേറെ രീതിയിലുള്ളൊരു ഷൈനിങ് കൊടുക്കും. ഇതിൻ്റെ ഫിനിഷിങ് ഉണ്ടോ, അത്യാവശ്യം വേറെ രീതിയിലുള്ള നമ്മുടെ നോർമൽ സ്റ്റോണിൻ്റെ ഒരു ഫിനിഷ് പോലെയല്ല. ചെറിയ ഡോട്ടും കുത്തും പുള്ളിയും ഇവിടെ ഉണ്ടോ, പേള് ഡിസൈൻ ഉള്ളത്. ഈ സാധനമൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ചൈനീസ് സ്റ്റോണുകളാണ് ഇതെല്ലാം. ഇത് നോക്കിയാൽ ഇത് 25 സ്ക്വയർ ഫീറ്റുള്ള 5x5 ഫീറ്റിൻ്റെ ഒരു വലിയ റൗണ്ടാണ്. ഇത് ദുബായ് വർക്ക് കിട്ടിയതാന്ന് പറഞ്ഞത് ഇവർക്ക്. കണ്ടോ, ഇത് മൊത്തം ചൈന സ്റ്റോൺസ് വെച്ചിട്ടും നമ്മുടെ പേർഷ്യൻ സ്റ്റോണുകളും വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്ത് ഭംഗിയാണ് നോക്കിയേ. ആൻഡ് നിങ്ങൾക്കും ഇതുപോലൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഈ ചേട്ടനായിട്ട് ഇപ്പോൾ ചങ്ക് ബന്ധം അവിടെ. നമുക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്ത ഈ ചേട്ടൻ്റെ വർക്കുകളാണ്. ഇത് മൊത്തം ഇവർ ചെയ്തിട്ടുള്ള പല രീതിക്ക് കൊടുത്തിട്ടുള്ള വർക്കുകളാണ്. ആൻഡ് ഇതാണ് ഇവരുടെ ഫുൾ അഡ്രസ്സ്. നമ്പറും ഞാൻ താഴത്ത് കൊടുക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും ചെയ്യാം. നമ്മളിവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്ക് നമുക്ക് കുറേ കല്ലുകളും തന്നു. ആൻഡ് 3 വലിപ്പത്തിലുള്ള ഗ്ലാസ്സുകളും തന്നു. ദിസ് ഇസ് പ്യുവർ വൈറ്റ് മാർബിൾ. പ്യുവർ വൈറ്റ് മാർബിളിലുള്ള എനിക്ക് ഓർമ്മയ്ക്ക് വേണ്ടി എടുത്ത് അത് എൻ്റെ വീട്ടിൽ ഞാൻ എടുത്തു വയ്ക്കും. ആൻഡ് താങ്ക് യു ഭയ്യ ഫോർ ദിസ് സ്പെഷ്യൽ ഗിഫ്റ്റ്. ഇതെൻ്റെ വീട്ടിൽ എന്തായാലും എടുത്തു. ഐ വിൽ കീപ് ദിസ് ഇൻ മൈ ന്യൂ ഹോം ആസ് എ മെമ്മറി ഓഫ് മക്രാന ആൻഡ് യു. താങ്ക് യു. നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മാർബിൾ ആർട്ടിൻ്റെ എല്ലാം കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വയ്ക്കുന്നു. നമ്മൾ കോൺടാക്റ്റ് എല്ലാവരും തരുന്നതാണ്. എൻ്റെയും ആ ചേട്ടൻ്റെയും കോൺടാക്റ്റ് നമ്മൾ തരാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.